വിദ്യാർത്ഥികൾക്കും ഗുരു ലേണിംഗ് സെൻറ്ററിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. നമുക്ക് ബോറിൻ്റെ ആറ്റം മാതൃക നമുക്ക് പരിശോധിക്കാം. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്ത് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ന്യൂക്ലിയസിൽ ന്യൂട്രോണും പ്രോട്ടോണുമുണ്ട്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അതുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവായിരിക്കും. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയെ നമ്മൾ ഷെല്ലുകൾ എന്ന് പറയുന്നു. ഷെല്ലുകൾ ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി ലെവൽസ് ഊർജ്ജ നിലകൾ എന്നും പറയുന്നു. ഒന്നാമത്തെ എനർജി ലെവലാണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഒന്നാമത്തെ ഷെല്ലിനെ കെ ഷെൽ എന്ന് പറയുന്നു. രണ്ടാമത്തെ ഷെല്ലിനെ എൽ ഷെൽ എന്ന് പറയുന്നു. മൂന്നാമത്തെ ഷെല്ലിനെ എം എന്ന് പറയുന്നു. നാലാമത്തെ ഷെല്ലിനെ എൻ എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഷെൽ നമ്പർ, ഒന്നാമത്തെ ഷെല്ലിനെയാണ് നമ്മൾ കെ ഷെൽ എന്ന് പറയുക. രണ്ടാമത്തെ ഷെല്ലിനെ എൽ ഷെൽ എന്ന് പറയുന്നു. മൂന്നാമത്തെ ഷെല്ലിനെ നമ്മൾ എം എന്ന് പറയുന്നു. നാലാമത്തെ ഷെല്ലിനെ എൻ എന്ന് പറയുന്നു. ഈ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം വ്യത്യസ്തമാണ്. ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. രണ്ടാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ആണ്. മൂന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 18 ആണ്. നാലാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 32 ആണ്. എങ്ങനെയാണ് ഈ നമ്പർ കിട്ടിയത്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. 2n² എന്ന സമവാക്യം ഉപയോഗിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ നമ്പറാണ്. ഒന്നാമത്തെ ഷെല്ലിൽ 2×1², അതായത് 2×1 എന്താണ്? 2 ആണ്. രണ്ടാമത്തെ ഷെല്ലാകുമ്പോൾ 2², അന്നേരം എത്ര കിട്ടും? 2×4 8. അതാണ് നമ്മളിവിടെ എഴുതി. ഇനി മൂന്നാമത്തെ ഷെല്ല് 2×3², 2×3² എത്ര? 9 അല്ലേ? 18. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തു? ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക, അതായത് മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിച്ചത് ഈ രീതിയിലാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി ഈ ഷെല്ലുകളെ നമ്മൾ സൂചിപ്പിക്കുക ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇംഗ്ലീഷ് അക്ഷരം, മലയാള വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഷെല്ലുകളെ സൂചിപ്പിക്കുക. ഈ ഷെല്ലുകൾക്കുള്ളിൽ ഉപഷെല്ലുകളുണ്ട്. ഈ ഷെല്ലുകൾക്കിടയിൽ എന്താണ്? ഉപഷെല്ലുകൾ അല്ലെങ്കിൽ എന്താണ്? സബ് ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലുകൾ, ഓരോ ഷെല്ലുകൾക്കും എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ഈ സബ് ഷെല്ലുകളെ നമ്മൾ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ പറയുന്നു. എന്താണ് ഇവ? എന്താണ്? സബ് ഷെല്ലുകളാണ്. സബ് ഷെൽ. ഈ സബ് ഷെല്ലുകൾ എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഈ ഷെല്ലുകൾക്കുള്ളിലാണ് എന്ത്? സബ് ഷെല്ലുകൾ അല്ലെങ്കിൽ ഉപഷെല്ലുകൾ പ്രസൻ്റ് ആയിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ഇനി ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. എസ് സബ് ഷെല്ലിന് 2 ഇലക്ട്രോണിനെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. മാക്സിമം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് 2. അതായത് വേണമെങ്കിൽ 1 കൊള്ളാം, പക്ഷേ 3 കൊള്ളാൻ പാടില്ല. കാരണം 2-ൽ കൂടുതൽ ഉൾക്കൊള്ളാൻ ഇതിന് സാധിക്കില്ല. മാക്സിമം 2 ഇലക്ട്രോണുകളെ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. പിക്ക് ആണെങ്കിൽ എത്ര ഇലക്ട്രോണിനെ? 6 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ മാത്രമേ കഴിയൂ. അതായത് 1, 2, 3, 4, 5, 6, അതിന് 6 എണ്ണത്തിന് വരെ ഉൾക്കൊള്ളാൻ മാക്സിമം അതിന് പറ്റൂ. പക്ഷേ 7 എണ്ണത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇനി അടുത്തത് ഡിക്ക് മാക്സിമം 10 ഇലക്ട്രോണുകളെ മാത്രമേ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റൂ. പിന്നെ എഫിന് 14. കാരണം നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ലേ, 4 കൂടി വരികയാണ് അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? ഇതിനോട് 4 കൂട്ടി 10, ഇതിനോട് 4 കൂടുതൽ. നേരം സബ് ഷെല്ലുകൾ, ഈ ഷെല്ലുകൾക്കുള്ളിലെ സബ് ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഈ സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് ആണ്. ഇതിനെ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക.
അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സബ് ഷെല്ലുകളെ നമ്മൾ സൂചിപ്പിക്കുക. ഒരിക്കലും വലിയ അക്ഷരം എഴുതാൻ പാടില്ല, അത് തെറ്റാണ്. ഒരു ചെറിയ അക്ഷരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തിനെ സൂചിപ്പിക്കുക? സബ് ഷെല്ലുകളെ. എന്നാൽ ഷെല്ലുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഷെല്ലുകളെ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ എല്ലാ ഷെല്ലിലും എന്തുണ്ട്? എല്ലാ ഷെല്ലുകളിലും ഉപഷെല്ലുകൾ കാണപ്പെടുന്നു. എല്ലാ ഷെല്ലുകളിലും സബ് ഷെല്ലുകൾ പ്രസൻ്റ് ആയിട്ടുണ്ട്. എല്ലാ ഷെല്ലുകളിലും സബ് ഷെല്ലുകൾ പ്രസൻ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് അവയെ മനസ്സിലാവുക? ഇത് ഒന്നാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലാണോ, രണ്ടാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലാണോ, മൂന്നാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലാണോ? എങ്ങനെയാണ് മനസ്സിലാക്കുക? ശ്രദ്ധിക്കാം. ഈ സബ് ഷെല്ലുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ എന്തുകൂടി റെപ്രസെൻ്റ് ചെയ്യണം? ആ ഷെല്ലിൻ്റെ നമ്പർ കൂടി നിങ്ങൾ എഴുതണം. ഈ 1s എന്ന് സൂചിപ്പിക്കുന്നത്, ഇതിനെ വായിക്കുക, 1s എന്ന് സൂചിപ്പിക്കുന്നത് ഇത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണ്. ഇവിടെ 2 നോക്കുക, രണ്ടാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് 2sഉം 2pയും. കാരണം ഇതിനകത്ത് 8 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും. അന്നേരം എസ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് വേണം? എസ്സിന് 2 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാൻ പറ്റും, ഒരു പി കൂടി വേണം. അതുകൊണ്ട് 6ഉം 2ഉം 8 ആവില്ലേ? അന്നേരം ഈ രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അതിനെ ഇങ്ങനെ ഈ രീതിയിൽ എഴുതണം. കാരണം അതിൻ്റെ ഷെല്ലിൻ്റെ നമ്പർ ഇത് ഇടതുവശത്ത് എഴുതണം. 2s 2p. ഇനി മൂന്നാമത്തെ ഷെല്ലിന് ഉൾക്കൊള്ളാവുന്നത് 18 ഇലക്ട്രോണാണ്. അന്നേരം എസും പിയും മാത്രം പോരാ, എസും പിയും കൂട്ടിയാൽ 8 ആവും, ഡിയും കൂടി വേണം, എന്നാലേ 18 ആവും. ഓക്കെ. ഇനി ഇതിനെ എങ്ങനെയാണ് സൂചിപ്പിക്കുക? ഷെല്ലിൻ്റെ നമ്പർ 3s 3p 3d. അതേപോലെ 4s 4p 4d 4f. ഇതിനകത്ത് ഇത്ര വരെ നമ്മൾ പറഞ്ഞു 18ആണ്. 18 നമുക്ക് 32 കിട്ടണം. അന്നേരം ഇതുകൂടി വരും, എഫ് സബ് ഷെല്ല് കൂടി വരും. ഇങ്ങനെ ഇതിനകത്ത് ഈ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോണിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. നമുക്ക് നോക്കാം. ഇവിടെ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. ഈ നൈട്രജനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? നൈട്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം നിങ്ങൾ നിറയ്ക്കേണ്ടത് ഏതിലാണ്? ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ലിലാണ്. അതായത് 1sലാണ് ആദ്യം ഇലക്ട്രോൺ പോകേണ്ടത്. 1sൽ മാക്സിമം നിറഞ്ഞതിന് ശേഷം എത്രയാണ്? 1sൽ എസ്സിൽ എത്രയാണെന്ന് അറിയുക? 2 ഇലക്ട്രോണുകൾ മാത്രമേ നിറയൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? 1s2 എഴുതി. ഇനി അടുത്തത് രണ്ടാമത്തെ ഷെല്ല് 2s2. നേരം 4 നിറഞ്ഞു കഴിഞ്ഞു. ഇനി എത്ര കൂടിയുള്ളൂ? ഇനി 3 കൂടിയുള്ളൂ. അത് ഏതിലായിരിക്കും? 2pയിലായിരിക്കും നിറയുക. കാരണം ഈ 7 നിറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അതുകൊണ്ട് മഗ്നീഷ്യത്തിൻ്റെ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെയാണ് എഴുതുക? 1s2 2s2 2p6 2p6 വരെ എഴുതിക്കൂടെ? കാരണം എന്താണ്? മാക്സിമം 12 ഇല്ലേ? 2 + 2 4 6 10 ഇനി അടുത്തത് 3s2 അല്ലേ? 3s2 അല്ലേ? 12 ആയില്ലേ? 2 2 4 6 10 2 12. ഇനി അടുത്തത് Cl17 അല്ലേ? ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. 1s2 2s2 2p6 3s2 3p എത്ര വരും? 10 ആയല്ലോ. 10 2 12. ഇനി 5 പോരെ? 3p5. ഇനി നമുക്ക് മറ്റൊരു മൂലകം നോക്കാം, പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്, 19 ആണ്. ഇതെങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p5.
3p6 എഴുതിയ സമയത്ത് നോക്കുക, ശ്രദ്ധിക്കുക. 3p6 എഴുതിയ സമയത്ത് എത്രയായി? ഇവിടെ വരെ 18 ഇത് 10 10 12 മാറും 18 ഇനി എത്ര കൂടിയാണ് വേണ്ടത്? 1 കൂടിയല്ലേ വേണ്ടത്? അത് ഏതിലേക്കാണ് വരേണ്ടത്? നമ്മൾ എഴുതുന്ന സമയത്ത് ഇല്ലേ, അടുത്തത് ഡി അല്ലേ, ഡിയിലല്ലേ ഒന്ന് നിറയ്ക്കേണ്ടത്. പക്ഷേ ഇത് തെറ്റാണ്. ഇതിലാണ് ഇലക്ട്രോൺ, ആ ഒരു ഇലക്ട്രോൺ പോവേണ്ടത് എസ്സിലാണ്. ഏതാണ്? 4s പോകേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ? 4sലാണ് ആ ഇലക്ട്രോണുകൾ വന്നു നിറയും. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? കാരണം നോക്കാം, നമുക്ക് ഇലക്ട്രോണുകൾ നിറയ്ക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഊർജം കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ്. അതായത് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യേണ്ടത്. കുറഞ്ഞതിലാദ്യം അതിനേക്കാൾ കൂടിയത് അങ്ങനെ പോകണം. അന്നേരം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4s എനർജി കൂടുതൽ ആർക്കാണ്? 3Dക്കാണ്. 4sനേക്കാൾ എനർജി കൂടുതൽ 3Dക്കാണ്. അതുകൊണ്ട് 4sൽ നിറഞ്ഞതിന് ശേഷമേ നമ്മൾ 3Dയിലേക്ക് പോകാൻ പാടുള്ളൂ. 4sൽ മുഴുവൻ നിറഞ്ഞതിന് ശേഷമേ നമുക്ക് എവിടേക്ക് പോകാൻ പാടുള്ളൂ? 3Dയിലേക്ക് നിറയ്ക്കാൻ പാടുള്ളൂ. അന്നേരം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. ഇനി നമുക്ക് മറ്റൊരു മൂലകം നോക്കാം. വനേഡിയം അറ്റോമിക് നമ്പർ 23. വനേഡിയം അറ്റോമിക് നമ്പർ 23, അറ്റോമിക് നമ്പർ 23 ഒരു മൂലകമായ വനേഡിയം. വനേഡിയത്തിന് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി നോക്കുക. എന്താണ്? 1s2 2s2 2p6 3s2 3p6. ഇനി 3D എഴുതാം. എന്നിട്ട് 4sൽ നിറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? 3Dയിലേക്ക് നിറഞ്ഞത് 3D2 അല്ലേ? അല്ല 4s2 നിറച്ച സമയത്ത് എത്രയായി? 10 10 8 18 2 20 ഇനി 3 ഇലക്ട്രോൺ അല്ലേ? ആ 3 ഇലക്ട്രോൺ എവിടെയാണ് പോകേണ്ടത്? ഡിയിലേക്ക് നിറയ്ക്കുക. ആ 3 ഇലക്ട്രോൺ ഡിയിൽ ഫില്ല് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ മറ്റൊരു മൂലകം നോക്കാം. മറ്റൊരു Fe26 എഴുതുക. 1s2 2s2 2p6 3s2 3p6 3D എഴുതി 4sൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ 3Dയിൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 20 അല്ലേ? ഇനി 6 വേണ്ടത്? 6 കൂടിയില്ലെന്ന് പറയാം. 6 3D6. അതായത് ഇതിനകത്ത് അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേർന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്തത് ഏതിലാണ്? ഡി സബ്ഷെല്ലിലാണ്. ഇതിലാണ് ഡി സബ്ഷെല്ലിലാണ്. ഓക്കെ. ഇനി നമുക്ക് ഈ എലമെൻസിൻ്റെയൊക്കെ ഈ മൂലകത്തിൻ്റെയൊക്കെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ ഷോർട്ടാക്കി എഴുതാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുൻപേ നമുക്ക് 2 മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. അതായത് നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10. ഇതെങ്ങനെയാണ് എഴുതുക? 1s2 2s2 2p6 അല്ലേ? ഇനി അടുത്തത് നിയോൺ ആർഗൺ 18. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? 1s2 2s2 2p6 10 ഇനി 3s2 3p6 3s2 3p6. ഓരോ എലമെൻസിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് ഷോർട്ടാക്കി എഴുതണമെങ്കിൽ, ചുരുക്കി എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ എലമെൻസിൻ്റെ തൊട്ട് പിന്നിലുള്ള, ആ മൂലകത്തിൻ്റെ തൊട്ട് പിന്നിലുള്ള ഉത്കൃഷ്ട മൂലകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയതിന് ശേഷം ബാക്കിയുള്ള ഇലക്ട്രോൺ വിന്യാസം അങ്ങോട്ട് എടുത്ത് എഴുതുക. നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളിപ്പം പറഞ്ഞ മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മഗ്നീഷ്യത്തിൻ്റെത്? 12 ആയതുകൊണ്ട് 1s2 2s2 2p6
2p6 3s2 ആണ്. 3s2 അല്ലേ? നമ്മൾ നോക്കേണ്ടത് ഇതിന് തൊട്ട് പിന്നിലുള്ള ഉത്കൃഷ്ട മൂലകം അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ഏതായിരിക്കും? ഇതിന് തൊട്ട് പിന്നിലുള്ളത് ഏതായിരിക്കും? നിയോണും ആർഗൺ അല്ലേ? നിങ്ങൾ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പീരിയോഡിക് ടേബിളിൻ്റെ അത് ഇങ്ങനെ ഫസ്റ്റിൽ എന്താണ് ഹീലിയം, പിന്നെ അത് കഴിഞ്ഞാൽ എന്താണ് നിയോൺ, ലാസ്റ്റ് 18ാമത്തെ ഗ്രൂപ്പിലാണ് നിയോണ്, ഇത് ആർഗണ്, ഇങ്ങനെ വരും ക്രിപ്റ്റോൺ, ഇങ്ങനെ വരുന്നു. അന്നേരം നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 ഇതിൻ്റെ ഹീലിയത്തിൻ്റെ HE ആണ്, ഇതിൻ്റെ എത്രയാണ് 18 ഇല്ലേ? ഇങ്ങനെയാണ് വരിക. അന്നേരം നമ്മൾ എന്താ നോക്കേണ്ടത്? 12ൻ്റെ തൊട്ട് പിറകിലുള്ള നോബിൾ ഗ്യാസാണ്. 12ൻ്റെ തൊട്ട് പിറകിൽ 10 ആയിരിക്കുമല്ലേ? 10 നിയോൺ ആയിരിക്കുമല്ലേ? അന്നേരം നമ്മൾ നിയോണിനെ നോക്കുക. നിയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എവിടുത്തെ വരെയുള്ളത്? 2p6 വരെ നിയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസമാണ്. 2p6 വരെ നിയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണം, നിയോൺ Ne, പിന്നെ ബാക്കിയുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി, Ne3s2. ഇതാണ് മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഷോർട്ടാക്കി എഴുതിയത്. ഇനി മറ്റൊരു മൂലകമായി Fe നമുക്ക് നോക്കാം. Feയുടെ അറ്റോമിക് നമ്പർ 26 ആണ്. ഒരു എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d6 4s2 ഇങ്ങനെയാണല്ലോ. ഇതിനെ നമ്മൾ നോക്കുക. ഇതിന് തൊട്ട് പിന്നിലുള്ള ഉത്കൃഷ്ട മൂലകമല്ല, 26ന് തൊട്ട് പിന്നിലുള്ള നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ട മൂലകം ഏതാണ്? ആർഗൺ ആണ്. ആർഗണിൻ്റെ 18 അറ്റോമിക് നമ്പർ 18 ആയതാണ് ഈ Feയുടെ തൊട്ട് പിന്നിലുള്ള നോബിൾ ഗ്യാസ്. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കുക. 1s2 2s2 2p6 1s2 2s2 2p6 3s2 3p6 ഇത്ര വരെ ആരതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം ആരതാണ്? ആർഗണിൻ്റെതാണ്. അതായത് നമുക്ക് അത്ര വരെ നമ്മൾ ആർഗണെന്ന് എഴുതിയാൽ മതി. എഴുതുന്ന സമയത്ത് ഡബിൾ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യുക? 3d6 4s2 എന്ന് എഴുതുക. ഇതേപോലെ നമുക്ക് ഏത് മൂലകത്തിനെയും ഏതൊരു എലമെൻസിനെയും നമുക്ക് എന്ത് ചെയ്യുക? ഇലക്ട്രോൺ വിന്യാസം നമുക്ക് ഷോർട്ടാക്കി എഴുതാം. നിങ്ങൾ പീരിയോഡിക് ടേബിളിലൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇലക്ട്രോൺ വിന്യാസം ഈ രീതിയിൽ എഴുതിയിട്ടുള്ളത്. അന്നേരം ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഇലക്ട്രോൺ വിന്യാസത്തിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കുന്ന 2 മൂലകങ്ങളെയാണ്, ക്രോമിയവും കോപ്പറും. ക്രോമിയവും കോപ്പറും. ക്രോമിയവും കോപ്പറും. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 24. ഇതിനെ സൂചിപ്പിക്കുക സിമ്പൽ എങ്ങനെയാണ്? Cr24. ഇതാണ് ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. കോപ്പർ എന്ന് പറഞ്ഞാൽ Cu29 ആണ്. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3p6 കഴിഞ്ഞാൽ 3d അല്ലേ വേണ്ടത്? 3d എഴുതുക. എന്നിട്ട് എന്തിനെ നിറയ്ക്കുക? 4s നിറക്കണം. 4s2 എന്ന് പറഞ്ഞാൽ 20 ആയില്ലേ? 20 ആയല്ലോ. ഇനി 4 അല്ലേ ഇവിടെ വരിക? അതേപോലെ കോപ്പറിൻ്റെതും 1s 1s2 2s2 2p6 3s2 3p6 3d ചെയ്ത് 4s2 2 നിറഞ്ഞു. 2 നിറയുമ്പോൾ എന്താവും? ഇത് 20 ആവും. പിന്നെ എന്ത് ചെയ്യും? ബാക്കി 9 നിറഞ്ഞാൽ പോരെ? 9. എന്നാൽ ഈ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. അന്നേരം ഇതിൻ്റെ കറക്റ്റ് ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരുന്നത്? ഒന്നുമില്ല.
ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങോട്ട് 1s2 2s2 2p6 3s2 3p6 3d5 4s1 3d5 4s1 ഇതാണ് ശരിയായിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെതും 1s2 2s2 2p6 3s2 3p6 3d10 4s1 ഇതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ എലമെൻറ്റ്സ് ഈ ഒരു കോൺഫിഗറേഷനിലേക്ക് വരുന്നത്, ഈ ഒരു വിന്യാസത്തിലേക്ക് വരുന്നത്, മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു ഇലക്ട്രോൺ വിന്യാസത്തിലേക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം ഡിയിൽ ആകെ നിറയുന്നത് 10 അല്ലേ, അതിൽ മാക്സിമം അതിൽ നിറയാൻ പറ്റിയത് 10 ഇലക്ട്രോൺസാണ്. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിയിൽ പകുതി നിറയുക, അതായത് ഡിയിൽ പകുതി നിറയുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആകെ നിറയാൻ മാക്സിമം നിറയാൻ പറ്റുന്നത് 10 അങ്ങനെ ഡിയിൽ പറയാം ഡിയിൽ 5 ആവുക, അല്ലെങ്കിൽ ഡിയിൽ എന്ത് ചെയ്യുക, മുഴുവൻ നിറയുക. ഈ കോൺഫിഗറേഷൻ, അതായത് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ, അതായത് പകുതി നിറയുക അല്ലെങ്കിൽ മുഴുവൻ നിറയുക എന്ന ഈ വിന്യാസം ഈ മൂലകങ്ങൾക്ക് കൂടുതൽ സ്ഥിരത നൽകുന്നു. ഈ വിന്യാസം ഈ മൂലകങ്ങൾക്ക് കൂടുതൽ സ്ഥിരത നൽകുന്നു. ബാക്കിയുള്ള കോൺഫിഗറേഷനേക്കാളും മോർ സ്റ്റെബിലിറ്റി നൽകുന്നത് ഏതാണ്? ഈ കോൺഫിഗറേഷനാണ്. ഈ കോൺഫിഗറേഷനിലേക്ക് എത്താൻ വേണ്ടി എന്തെങ്കിലും ഈ എലമെൻറ്റ്സ് ട്രൈ ചെയ്യും. അതുകൊണ്ടാണ് ഈ എലമെൻറ്റ്സിൻ്റെ അകത്തു നിന്നുള്ള ഈ 4sലെ ഒരു ഇലക്ട്രോൺ എവിടേക്ക് മൂവ് ചെയ്യും? 3Dയിലേക്ക് പോകും. 4sലെ ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് പോകും. ഇതൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്, ചിലപ്പം എക്സാമിന് ചോദിക്കാവുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇലക്ട്രോൺ വിന്യാസം, അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. അതിനെന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഈ ഇലക്ട്രോൺ വിന്യാസം ഇതിൻ്റെ ഓർഡർ അറിഞ്ഞിരിക്കണം. ഓർഡർ അറിഞ്ഞിരിക്കാൻ ഒരു പ്രയാസവുമില്ല. 1ൽ നിറഞ്ഞതിന് ശേഷം 2 ഷെല്ലിൽ അറിയണം, 3യിൽ നിറയണം. പക്ഷേ എന്താണ്, 4sൽ നിറഞ്ഞതിന് ശേഷം എന്തിലേക്ക് നിറയാൻ പാടുള്ളൂ? 3Dയിലേക്ക് നിറയാൻ പാടുള്ളൂ. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ എന്താണ്, ഇതിൻ്റെ ഷോർട്ടാക്കി എഴുതുന്നത്, ചുരുക്കി എഴുതുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോൺ വിന്യാസം ഷോർട്ടാക്കി എഴുതുന്നത് അല്ലെങ്കിൽ ചുരുക്കി എഴുതുന്നത് എന്ത് ചെയ്യണം? അതിന് തൊട്ട് പിന്നിലുള്ള നോബൽ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് എന്നിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? ബാക്കിയുള്ളത് അവിടെ എടുത്ത് എഴുതുക. ഇനി രണ്ട് വ്യത്യസ്തത ഇലക്ട്രോൺ വിന്യാസത്തിലെ ഡിഫറൻസ് കാണിക്കുന്ന 2 എലമെൻറ്റ്സാണ് കോപ്പറും ക്രോമിയവും. അതിൻ്റെ കാരണം എന്താണ്? ഡിയിൽ മുഴുവൻ നിറയുക, ഡിയിൽ പകുതി നിറയുക എന്ന കോൺഫിഗറേഷൻ എന്ത് ചെയ്യുന്നു? അതിന് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കും.